ഫാൻസി വ്ലോഗ്. ഹലോ. അപ്പൊ ഇനി നമ്മൾ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിരുവിലാമല് പൂരമാണ്. അപ്പൊ നമ്മൾ ഇന്ന് അത് കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വണ്ടി വന്ന ഏതാണ്? ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. എനിക്ക് പോവാൻ എനിക്ക് ജീപ്പിലാണ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ജീപ്പ് തന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ, അവിടെ പോയിട്ട് ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേഗം ജീപ്പ് കയറിയിട്ട് അവിടുന്ന് നമ്മുടെ അമ്പലത്തേക്ക് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇതാണ്. അമ്മ ഹലോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ്റെ വീട്. കണ്ടോ, എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ വീടാണ്. എന്ത് രസം. ഇവിടെ ഭയങ്കര അഡ്വാൻറ്റേജ് ആട്ടോ. ഇവിടെ ഭയങ്കര വലിയൊരു തോടിയാണ്. നൈസ്, വെരി നൈസ്. പറക്കോട്ടുകാവ് അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നിറയെ തിരക്കൊക്കെ ഉണ്ട്. നമ്മുടെ ചെരുപ്പൊക്കെ നമ്മുടെ ജീപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ നമുക്ക് നമ്മുടെ നടക്കാം. ദൂരമൊന്നുമില്ല കേട്ടോ, ഇത്ര ദൂരമേ ഉള്ളൂ നമുക്ക്. അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ വെക്കാനൊക്കെ വെച്ചിട്ട് അവിടെയാണ് നമ്മുടെ ജീപ്പ് നമ്മൾ ഇതാക്കിയത്. ജീപ്പ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇനി നമുക്ക് പതിയെ നടന്ന് നമ്മുടെ അമ്പലത്തേക്ക് പോവാം. ഇത് ഏത് എൻട്രൻസ് എവിടെയാവോ? അതാ എൻട്രൻസ്. ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ 2 വട്ടം വന്നിട്ട്, 3 വട്ടം 2 വട്ടം വന്നിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ 2 വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പതിയെ നമ്മൾ നടന്നിട്ട് അമ്പലത്തിലേക്ക് കയറാം. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇവിടെ പറയുകയാണ്. പെട്ടെന്ന് തൊഴുത് കഴിഞ്ഞു. ഇനി നമുക്ക് കടലിലൊക്കെ പോകാം. അമ്പലത്തിൽ തൊഴുകി എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നമ്മൾ പോകുന്നത്? കടകൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്പലത്തിൽ എന്തോ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കുറേ കടകളിൽ കയറി ഇറങ്ങാം. എന്നിട്ടൊന്നും വാങ്ങാതെ വരും. എന്നിട്ട് നമുക്ക് കടകളിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഭയങ്കര ചൂടാണ്, നല്ല വെയിലും ഉണ്ട്. എനിക്കൊന്നാമത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കാനും പറ്റില്ല. നമ്മുടെ ഡ്രസ്സാണെങ്കിൽ ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമ്മുടെ ഭയങ്കര വെയിറ്റുള്ള ഡ്രസ്സാണ്. എൻ്റെ സിൽക്കാണ്. എനിക്ക് സിൽക്കല്ലേ ഇത്. ഭയങ്കര ചൂടാണ് കേട്ടോ, നിൽക്കാൻ പറ്റില്ല. എന്തൊരു ചൂടാൻ പോകാനേ. എക്സ്പെഷ്യലി വെയിലാണ്. ഈ വെയിലല്ലേ നമുക്ക് ചൂട് കഴിഞ്ഞു. വെയിലും അപാരം തന്നെ കേട്ടോ. ആണ് നമ്മുടെ കടകൾ കേട്ടോ. ഈ കമ്മല കടയൊക്കെ ഉണ്ട്. പിന്നെ ഈ ചൂടത്ത് നമുക്ക് വിഷറി അങ്ങനെ എന്തോ പറയും, വിഷറി ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കളപ്പാട്ടങ്ങളുണ്ട്. ഈ വെയിലത്തതൊന്നും കാണുമെന്ന് എനിക്കും കൂടി അറിയില്ല. പക്ഷെ നമുക്ക് കയറി നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ട്സ് ഒരു ഫാൻ വാങ്ങാൻ നിന്നിട്ടുണ്ട്. ആ ഫാന് 80 അത്ര കണ്ടോ. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നു കേട്ടോ. വീണ്ടും നമുക്ക് നമ്മുടെ നടവ് തുടരാം. അതിന് നമ്മുടെ നാട്ടിലൊക്കെ അതിന് 40 രൂപയുള്ളൂ. ഇവിടേക്ക് 80 രൂപ കേട്ടോ അതിന്. ഓക്കെ, നമ്മളത് ക്യാൻസലാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തൊക്കെയോ
എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. കൂടുതൽ ഇവിടെയുള്ള കട ഏതാ? ഇവിടെ കൂടുതലുള്ള കട ഐസ്ക്രീമാണ് അല്ലേ? ഐസ്ക്രീം കടയാണ്. ഇത് അവിടെ ഒരു 2 സ്റ്റോളുണ്ട് ഐസ്ക്രീമിൻ്റെ. ഇവിടെ ഒരു സ്റ്റോളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിതാ ഇവിടെ ഇതുപോലെ കുറേ ഉണ്ട്. ഇതാ ഈ കടയിൽ നമ്മൾ കയറി ഇറങ്ങി പോകും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അതും കളഞ്ഞു. എനിക്ക് അതും വേണ്ടെന്ന് വെച്ചു. കാര്യം അതിനും വേണ്ടി 80 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെറും 40 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 80 രൂപയാണോ? ആരെങ്കിലും വാങ്ങുമോ 80 രൂപയ്ക്ക്? ഓക്കെ, നമ്മളത് വേണ്ടെന്ന് വെച്ചു. വീണ്ടും നമ്മൾ നടക്കാൻ പോവുകയാണ്. സ്റ്റോൾ തീർന്നോ? കടകൾ ഇനിയുണ്ടോ കടകൾ? അവിടെ ഫുള്ള് കടകളാട്ടോ. അവിടെ ഫുള്ള് കടകളാണ്. അവസാനം അവൾക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു ഫാൻ വാങ്ങി. 80 രൂപയുടെ ഫാനാണ് വാങ്ങി. ടൊമാറ്റോയുടെ മേക്കപ്പൊക്കെ ഉണങ്ങാൻ വേണ്ടി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റിക്കില്ല. കുഴപ്പമില്ല. ഈ 2 ദിവസം കഴിഞ്ഞ് കേടുവരുമെന്ന് എനിക്കറിയാം. ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് നമ്മുടെ ജീപ്പിലേക്ക് കയറാൻ പോവാണ്. ജീപ്പ് കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. വീട്ടിലേക്ക് പോകും. ഞാൻ തലകൊക്കെ കെട്ടി വെച്ചിട്ട് എൻ്റെ കയ്യിലൊരു പെണ്ണുണ്ടായത് ഞാൻ കെട്ടി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പെണ്ണ് കൊണ്ടുപോയില്ല. അതിന് ഇപ്പോഴും ചുറ്റും പോയി ഇരുന്നുകൊണ്ട് അവൾ ഫാന് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പാവം. പക്ഷെ ഞാൻ പാവമായതുകൊണ്ട് എനിക്ക് അല്ല, ഞാൻ വേണ്ട പറഞ്ഞു. എനിക്ക് പക്ഷേ എനിക്ക് വയ്യ. അല്ല, ആരെങ്കിലും വാങ്ങിക്കുന്നത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. ഭയങ്കര ചൂടാട്ടോ നമ്മുടെ. സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഭേദം നമ്മുടെ ഈ മൂന്നാർ കൊടൈക്കനാലൊക്കെ ഇരിക്കുന്ന കേട്ടോ. മൂന്നാർ കൊടൈക്കനാൽ ഇരിക്കുന്ന കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഇവിടെ. നമ്മൾ നമ്മുടെ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഓ അയ്യ, എനിക്ക് വയ്യ, ചൂടെടുക്കണോ? ഭയങ്കര ചൂടോട്ടോ ഇവിടെ. എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ ഇതൊക്കെ ചന്ദനൊക്കെ അലിഞ്ഞു. എൻ്റെ ചന്ദനൊക്കെ അലിയുണ്ടിട്ട് ഇതൊക്കെ അനിയൻ്റെ ഫാൻ വാങ്ങിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എവിടെയാണ് അടുത്ത് നിർത്തുന്നത് അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പഴയന്നൂരിക്കാണ്. അപ്പം പഴയന്നൂർ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പം പഴയന്നൂർ പോയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഭയങ്കര അവിടെ ക്ഷീണിച്ചു. ഭയങ്കര ചൂട്. ഞാൻ വന്നപ്പോൾ അതിന് 2 ബക്കറ്റ് കോരിച്ചു. ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.